ഞങ്ങളെ ഒരു മനുഷ്യനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ലാണ്ട് ഈ ഗതിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. സത്യാവസ്ഥ നിങ്ങൾ നേരിട്ട് കാണിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ കിടക്കുന്ന, അല്ലാതെ എവിടെ പോയി കിടക്കാനോ മക്കളെ? നമ്മള് എങ്ങും പോയി കിടക്കാനൊന്നും ഒരു ഇടമൊന്നുമില്ല. ഹസ്ബൻഡ് പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ട് നിൽക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങളെങ്കിലും വന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ കിടന്ന് ഞങ്ങൾ ഈ 5 എണ്ണം മരിക്കാനല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റൂല. അത്രയ്ക്കും ഗതികെട്ട മക്കളെ ഞങ്ങൾ ഈ വെള്ളത്തിൽ ജീവിക്കുന്നത്. നിങ്ങളെ കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയെന്ന് ഓർത്താണ് ഞങ്ങളിവിടെ ഓരോ ദിവസവും ജീവിക്കുന്നത്. ഇതൊന്നും നോക്കുമോളെ, ഇത് കണ്ടോ, ഇതിപ്പോ വീട് കൊച്ചുങ്ങളെ മണ്ടയ്ക്ക് വീഴുമെന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് കണ്ടോ, ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് സഹിക്കാൻ വയ്യ. എപ്പോഴും ഞങ്ങളുടെ 5 എണ്ണത്തിന്റെ ജീവൻ ഇവിടെ അവസാനിക്കാത്ത ഒരു അവസ്ഥയിലാണ്. എല്ലാം ഇടിഞ്ഞുള്ള ഇപ്പൊ വീടുന്നുള്ള അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിൽ പോകാനൊരു വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല. കേരളത്തില് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും മനുഷ്യരെ സഹായിക്കുന്ന മനുഷ്യരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. പക്ഷേ